വയനാട് പുൽപ്പള്ളിയിൽ കൂട്ടിലായ കടുവയെ തിരിച്ചറിഞ്ഞു. വനംവകുപ്പിന്റെ ഡാറ്റാബേസിലുള്ള WWL 127 എന്ന ആൺകടുവയാണ് കൂട്ടിലായത്. ദീപക് മോഹൻ ചേരുന്നുണ്ട്. ദീപക്, രാവിലെയാണ് മുള്ളൻകൊല്ലിയിൽ വെച്ച് വനമൂലികയിൽ വെച്ച് ഈ കടുവ കൂട്ടിലാകുന്നത്. അതിനുശേഷം മുത്തങ്ങയിലേക്ക് ഈ കടുവയെ മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ കടുവ ഡാറ്റാബേസിൽ നിന്ന്, ടൈഗർ ഡാറ്റാബേസിൽ നിന്ന് ഈ വിവരങ്ങൾ ലഭിക്കുകയാണ് കടുവയുടെ. ബിനിൽ, രാവിലെ പുൽപ്പള്ളി മുള്ളൻകൊല്ലിയിൽ നിന്ന് കൂട്ടിലായ കടുവയെ അപ്പോൾ തന്നെ വനംവകുപ്പ് ബത്തേരിയിലെ കുപ്പാടിയിലുള്ള മൃഗപരിപാലന കേന്ദ്രത്തിലേക്ക് മാറ്റിയിരുന്നു. ഇപ്പോൾ ഈ വെറ്റിനറി സംഘവും ഡോക്ടർമാരും കടുവയെ പ്രാഥമിക ശുശ്രൂഷകൾ നൽകി. പ്രാഥമിക പരിശോധനയിൽ കടുവയ്ക്ക് ആരോഗ്യപരമായി അവസ്ഥകളൊന്നുമില്ലെന്നാണ് കണ്ടെത്തിയിട്ടുള്ളത്. അതായത് WWL വനംവകുപ്പിന്റെ ഡാറ്റാബേസിലുള്ള വയനാട് വൈൽഡ് ലൈഫ് 127ാമത് കടുവ എന്ന ആൺകടുവയാണിതെന്നാണ് വനംവകുപ്പ് തിരിച്ചറിഞ്ഞിട്ടുള്ളത്. നേരത്തെ നാഗർഹോളയിൽ വെച്ച് ഈ കടുവയെ പിടികൂടിയ സമയത്ത് അന്ന് നാഗർഹോളയിൽ കർണാടകയുടെ വനംവകുപ്പിന്റെ ക്യാമറ ട്രാപ്പിൽ ഉൾപ്പെട്ട കടുവയാണ് ഇതെന്നും കൂടി തിരിച്ചറിഞ്ഞിട്ടുണ്ട്. 7 വയസ്സുള്ള കടുവയാണ്. നിലവിൽ ശാരീരികമായ അവശതകളൊന്നുമില്ലെന്നാണ് അറിഞ്ഞത്. അതേസമയം 7 കടുവകളാണ് നിലവിൽ ഇപ്പോൾ ബത്തേരിയിലെ മൃഗപരിപാലന കേന്ദ്രത്തിലുള്ളത്. അതുകൊണ്ട് തന്നെ ഇനിയും പുതിയൊരു കടുവയ്ക്ക് ഇവിടെ ഉൾക്കൊള്ളാനുള്ള സ്ഥല പരിമിതി ഉള്ളതുകൊണ്ട് കടുവയെ ഉടൻ തന്നെ തൃശ്ശൂർ സുവോളജിക്കൽ പാർക്കിലേക്കോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും നാഷണൽ വന്യജീവി സങ്കേതത്തിലേക്കോ മാറ്റാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. അത് സംബന്ധിച്ച് വനംവകുപ്പിന്റെ ഉന്നത ഉദ്യോഗസ്ഥർ ഇപ്പോൾ മീറ്റിംഗ് നടക്കുകയാണ്. അവരുടെ യോഗം നടക്കുന്നുണ്ട്. നിലവിൽ സുൽത്താൻ ബത്തേരി ഈ മൃഗപരിപാലന കേന്ദ്രത്തിൽ തന്നെയാണ് ഈ വനംവകുപ്പിന്റെ ഉന്നത ഉദ്യോഗസ്ഥർ യോഗം നടക്കുന്നത്. അതിനുശേഷമായിരിക്കും കടുവയെ എങ്ങോട്ടേക്കാണ് മാറ്റുന്നത് എന്നതിനെപ്പറ്റി കൂടുതൽ സ്ഥിരീകരണം ഉണ്ടാവുകയുള്ളൂ. ബിനിൽ.